പിന്നെ നമ്മുടെ ഈ സംശയം എന്ന് വെച്ചാല് നമ്മള് GFCക്കും PRPക്കും വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് എടുക്കുമല്ലോ. അപ്പോ അതില് നമുക്ക് GFCക്കും PRPക്കും തമ്മിൽ ബ്ലഡിൽ വ്യത്യാസം എന്തോരം എടുക്കും എന്നുള്ളതും എങ്ങനെയാണ് അതിന്റെ സംഭവം എന്ന് പറഞ്ഞിരുന്നു. PRPക്ക് 8 ml ബ്ലഡ് എടുക്കുന്നത്. അത് ഒരു പ്രാവശ്യം സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യും. GFC എന്ന് പറയുമ്പോൾ 20 ml ബ്ലഡ് എടുക്കും. അത് വലിയ 10 ml 2 ട്യൂബ് ആയതുകൊണ്ട് 20 ml ബ്ലഡ് എടുത്താണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. 2 പ്രാവശ്യം സെൻട്രിഫ്യൂജ് ചെയ്തിട്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇത് എത്ര നേരം ഉണ്ടാവും ഇതിന്റെ പ്രൊസീജിയർ? PRPക്ക് മാക്സിമം 45 minutes to 1 hour ആണ്. പിന്നെ GFCക്ക് 1.5 മുതൽ 2 മണിക്കൂറൊക്കെ സമയം എടുക്കുള്ളൂ. ഓക്കെ. ഇത് GFC ഫുൾ പെയിൻലെസ് ആണല്ലേ? പെയിൻലെസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പെയിൻ വളരെ കുറവാണ്. നമ്മൾ വളരെ സഹിക്കാൻ പറ്റുന്ന അത്ര പെയിൻ ഉണ്ടാവുള്ളൂ. മെയിൻ ആയിട്ട് പെയിൻ വരാൻ കാരണം വെച്ചാൽ നമ്മൾ പ്ലാസ്മ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അതിന്റെ തിക്കായിട്ടുള്ള പ്ലാസ്മാണെങ്കിൽ കുറച്ച് പെയിൻ വരാറുണ്ട്. നമ്മൾ പ്രിക്ക് ചെയ്യുന്ന ഒരു ഫീൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻസുലിൻ സിറിഞ്ച് കൊണ്ടാണ് നമ്മൾ പ്രിക്ക് ചെയ്യുന്നത്. വലിയ വേദനയൊന്നും ഉണ്ടാവില്ല.